എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നല്ല കിടിലൻ ടേസ്റ്റിലൊരു സ്പെഷ്യൽ താറാവ് മപ്പാസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല റിച്ചായിട്ട് കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഈ ഒരു താറാവ് മപ്പാസ് തയ്യാറാക്കിയിരിക്കുന്നത്. പാലപ്പത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു താറാവ് മപ്പാസ്. അപ്പോൾ ഈ വരുന്ന ഈസ്റ്ററിന് പാലപ്പത്തിൻ്റെ കൂടെ ചിക്കൻ സ്റ്റൂവിനും ചിക്കൻ മപ്പാസിനൊക്കെ പകരം ഈ ഒരു താറാവ് മപ്പാസ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഈ ഒരു താറാവ് മപ്പാസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ താറാവിറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ താറാവിറച്ചിയാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് തൊലി ഇഷ്ടമാണെങ്കിൽ തൊലിയോട് കൂടി തന്നെ കട്ട് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു താറാവ് മപ്പാസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഒരു ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 തിരി പച്ചക്കുരുമുളകാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് ചതച്ചരച്ച് മാറ്റിവെക്കാം. നിങ്ങളുടെ കയ്യിൽ പച്ചക്കുരുമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണങ്ങിയ കറുത്ത കുരുമുളക് ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 4-5 ഏലക്കയും കറിയാമ്പും 2 കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ 2 സവാളയും 4 പച്ചമുളക് കീറിയതും ചെറിയുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. എല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു തേങ്ങയുടെ 2ാം പാലും പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിവിടെ 1 മണിക്കൂറോളം ചെറുതീയിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്ത കാര്യങ്ങൾ ഒരു കുക്കറിൽ ചെയ്യുക. എന്നിട്ട് 5-6 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ താറാവ് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ താറാവ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 കശുവണ്ടി അരച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാളയും കാഷ്യൂനട്ടും കിസ്മിസും കറിവേപ്പിലയും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിച്ചായിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയ താറാവ് മപ്പാസ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വരുന്ന ഈസ്റ്ററിന് പാലപ്പത്തിൻ്റെ കൂടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബ്രെഡിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ്. കശുവണ്ടിയൊക്കെ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.